റിസർമി ഡോട്ടിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഊട്ടിയിലാണ്. ഊട്ടിയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന ബംഗ്ലാവിലെത്താൻ സാധിക്കും. ഇവിടെ മൊത്തത്തിൽ 3 റൂമുകളാണ് അവർ കൊടുത്തിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് ഓരോ റൂംസ് ആയിട്ടും അങ്ങനെയും ബുക്ക് ചെയ്യാം. ഇനി അതല്ല മൊത്തത്തിൽ വേണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു ബംഗ്ലാവിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെ 2 എ ഫ്രെയിം കോട്ടേജുകൾ കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. അതിലൊരെണ്ണം മുഴുവനായിട്ട് ഗ്ലാസ് കൊണ്ടും ഒരെണ്ണം നോർമൽ ടൈപ്പ് എ ഫ്രെയിമാണ്. ഈ 2 കോട്ടേജുകളുടെയും അതേപോലെ തന്നെ ബംഗ്ലാവിലെയും റൂംസിൻ്റെ ഫെസിലിറ്റീസൊക്കെ കാണുന്നതിന് മുമ്പേ നമുക്കിവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവർ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കിയിട്ട് വരാം. ക്യാമ്പ് ഫയറും അതേപോലെ ബാർബിക്യൂ ഏരിയ, ചെറിയൊരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. വരും. ഈ ഒരു ബംഗ്ലാവിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലേസ് അവർ ചൂസ് ചെയ്തത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു അരുവി വരുന്നുണ്ട്. നേരെ മുന്നിലേക്ക് നോക്കുവാണെങ്കിൽ നല്ലൊരു മൗണ്ടൻ വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അതുമാത്രമല്ല ചെറിയൊരു ഫോറസ്റ്റ് ആംബിയൻസ് വരുന്നൊരു ഏരിയയിലാണ് ഈ ഒരു ബംഗ്ലാവ് അവർ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എ ഫ്രെയിം കോട്ടേജ് ഒക്കെ വരുന്നത് കംപ്ലീറ്റ് ഫോറസ്റ്റ് ആംബിയൻസിലാണ്. ഇവിടെ ഈ 2 സ്വിങ് കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ കപ്പിളൊക്കെ ആയിട്ട് വരുന്ന സമയത്താണെങ്കിൽ ഈ ഒരു സ്വിങ്ങിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് നല്ല കോഫിയൊക്കെ കുടിച്ച് നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. നേരെ മുന്നിൽ കാണുന്ന മൗണ്ടനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്യാമറയിൽ മനസ്സിലാവും. പിന്നെ ഇപ്പോഴും ഫോഗ് ആ ഒരു മൗണ്ടനിലേക്ക് അടിച്ച് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ഫോറസ്റ്റൊക്കെ കാണുന്ന സമയത്ത് കംപ്ലീറ്റ് പൈൻ മരമാണ് വരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസും കൂടി ഒന്ന് കണ്ടുനോക്കാം. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയാവാനായി. ഇപ്പോഴും ആ മലയിലൊക്കെ ഫോഗ് അടിച്ച് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഈ സമയത്ത് നല്ല ചൂടായിരിക്കും. ഇപ്പോൾ വരാൻ പറ്റിയൊരു ക്ലൈമറ്റാണ് ഊട്ടിയിൽ. നമ്മൾ ഈ ഒരു സ്റ്റേയിലേക്ക് കയറി വരുന്ന എൻട്രൻസാണിത്. ഈ ഒരു വഴി നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് നമ്മുടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ കൊടുക്കുന്ന ടൈപ്പ് ട്രീ ഇവിടെ കാണാൻ പറ്റും. പിന്നെ നൈറ്റാണ് ഇവിടെ ഏറ്റവും നല്ല ആംബിയൻസ് ഉണ്ട്. കംപ്ലീറ്റ് LED ആണ്. അത് മുഴുവനും വന്നു കഴിഞ്ഞാൽ അടിപൊളി ആംബിയൻസ് ആയിരിക്കും. ഈ ഒരു ഭാഗത്താണ് അവർ ബാർബിക്യൂ ചെയ്യാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിലാണ് നിങ്ങൾക്ക് ക്യാമ്പ് ഫയർ ഒക്കെ ഏറ്റവും നല്ല യൂസ്ഫുൾ ആകുക. പിന്നെ രാത്രി ക്യാമ്പ് ഫയർ നിങ്ങൾക്ക് നിർബന്ധമായി തോന്നും, അത്രയും നല്ല തണുപ്പാണ് ഊട്ടിയിൽ. പിന്നെ ഇത് കൊടുത്തിട്ടുള്ളൊരു ഏരിയ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ഒരു ഫോറസ്റ്റ് വൈബ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ക്യാമ്പ് ഫയറിനുള്ള ഒരു ഏരിയ അവർ കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. നമുക്കിനി ബംഗ്ലാവിലെ റൂംസും അതിലെ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് കാണാം. ഈ ഒരു ബംഗ്ലാവിൻ്റെ നേരെ ഫ്രണ്ട് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. നല്ല ഗ്രീൻ കാർപ്പറ്റൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല മഴയും നല്ല തണുപ്പൊക്കെ ഉള്ള ടൈമാണ്. ഒരു ചൂട് കോഫിയൊക്കെ കുടിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ കപ്പിളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല റൊമാൻറ്റിക്കായിട്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു ടൈമാണ്. ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കിക്കോളൂ. നമുക്കിനി റൂമും ഫെസിലിറ്റീസും ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ഈ ഒരു കോട്ടേജിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം ഇവിടുത്തെ ഈ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ ഒരു ഹാളിലേക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ റൂഫും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വുഡാണ്. അതിന് യോജിച്ച തരത്തിലുള്ള വാം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അവർ ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാളിലായിട്ട് നിങ്ങൾക്ക് ക്യാരംസ് കൊടുത്തത് കാണാം. നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു വിൻറ്റേജ് ഫീലിങ്സ് ആയിരിക്കും കേട്ടോ. അത്തരത്തിലുള്ളൊരു ബിൽഡിംഗ് ആണിത്. പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു റൂം ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പായിട്ട് വരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഈ ഒരു ഹാളിൽ വന്നിരിക്കാനും ഗെയിംസ് കളിക്കാനും സംസാരിച്ചിരിക്കാനൊക്കെ പറ്റുന്നൊരു സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ സ്വിച്ച് ബോർഡൊക്കെ ശ്രദ്ധിച്ച സമയത്ത് പഴയ കാലങ്ങളിൽ ഉപയോഗിച്ച ആ ഒരു ടൈപ്പ് സ്വിച്ച് ബോർഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണിത്. ഇനി നമുക്ക് മെയിൻ ഹാളിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉള്ളതെന്ന് കണ്ടുനോക്കാം. നമ്മൾ ആദ്യം കയറി വരുന്നത് ഇവിടുത്തെ ഈ ഒരു കോമൺ ഹാളിലേക്കാണ്. ഇവിടെ വന്ന സമയത്ത് എനിക്ക് തോന്നിയത് കംപ്ലീറ്റ് ഒരു പഴയ കാലത്തെ ബ്രിട്ടീഷ് ബംഗ്ലാവിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഫീൽ ആകുന്നത് അത്തരത്തിലുള്ളൊരു ആംബിയൻസ് ആണ്. ഇവിടെ ഒരു ഹെർത്ത് പ്ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവർ. അതിനടുപ്പിച്ച് 4 ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. പണ്ട് അവരൊക്കെ ഈ ഒരു ഏരിയയിൽ വരുന്ന സമയത്ത് ഇവിടെ വന്ന് 2 വീശാനൊക്കെ അവർ ഇങ്ങനത്തെ ഒരു സ്ഥലമായിരിക്കും കണ്ടുപിടിക്കുക. അത്തരത്തിലുള്ളൊരു ആംബിയൻസ് ആണ് ഇവിടെ മൊത്തത്തിൽ കിട്ടുന്നത്. ഗ്രൂപ്പൊക്കെ ആയിട്ട് ഫാമിലി ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതൊക്കെ സെപ്പറേറ്റ് ചാർജിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു റൂമിലാണ് റിസപ്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ID പ്രൂഫും അതേപോലെ തന്നെ ബാലൻസ് പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത ശേഷം നിങ്ങൾക്ക് റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാം. ഇനി നമുക്ക് ഇവിടുത്തെ ഏതൊക്കെ കാറ്റഗറിയിലുള്ള റൂമാണ്. ടോട്ടൽ 3 റൂംസാണുള്ളത്. ഓരോ റൂമും ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ആദ്യത്തെ റൂമിലേക്ക് കയറി.
റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് റൂമിൽ ആവശ്യത്തിൽ കൂടുതലുള്ള സ്പേസ് ഉണ്ട്. ഈ റൂമിൽ എന്തൊക്കെ അമ്യൂണിറ്റീസ് ആണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബെഡിൻ്റെ 2 വശങ്ങളിലായിട്ട് തന്നെ 2 മിനി ടേബിളും അതേപോലെ തന്നെ അതിനോട് അടുത്ത് തന്നെ ചാർജിങ് പോർട്ടും അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു റൂമിലായിട്ട് ഇലക്ട്രിക് കെറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം ചൂടാക്കി കുടിക്കണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അവർ ഒരു മിറർ സ്റ്റാൻഡും കൂടി കൊടുത്തിട്ടുള്ളത്. ബെഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ പ്രോപ്പറായിട്ടും വളരെ നീറ്റായിട്ടും അവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 പേർക്ക് വരെ സ്റ്റേ ചെയ്യാൻ വലിപ്പമുള്ളൊരു ബെഡാണ് അവർ ഈ ഒരു റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡിന് ഫേസ് ചെയ്തിട്ടാണ് അവർ ടി വിയും കൂടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കിടന്നുകൊണ്ട് തന്നെ നമുക്ക് ടി വി കാണാനുള്ളൊരു സൗകര്യമുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു റൂമിൻ്റെ റൂഫും അതേപോലെ തന്നെ വാളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് വുഡാണ്. മാത്രമല്ല ഈ ഒരു വുഡ് അറേഞ്ച്മെൻറ്റ്സിന് വളരെ യോജിച്ച തരത്തിലുള്ളൊരു ലൈറ്റും അവർ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ബാത്റൂമിന് ആവശ്യത്തിനുള്ളൊരു സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ വാട്ടർ ഹീറ്ററൊക്കെ ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഷവർ ജെല്ലും കാര്യങ്ങളും ഒക്കെ അവർ ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യത്തിൽ യൂസ് ചെയ്യാം. ഇനി ഈ ഒരു റൂമിൽ നിങ്ങൾക്ക് കുറച്ച് ലൈറ്റ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ കർട്ടൻ മാറ്റിയിട്ടാൽ മതി. കർട്ടൻ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെളിച്ചം ഉള്ളിലേക്ക് വരുന്നുണ്ട്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ഒരു ഡോറ് കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തേക്കുള്ള റൂമിലേക്കുള്ള ഒരു ഇൻ്റർ കണക്ഷൻ കൂടെ ഇവിടുന്ന് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ റൂമിലേക്ക് എത്താൻ പറ്റും. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളൊരു പ്രൈവസിയും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂമാണ്. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആവശ്യത്തിനുള്ളൊരു സ്പേസ് ഉള്ള റൂമാണ്. അതേപോലെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെഡിൻ്റെ 2 വശങ്ങളിലായിട്ട് തന്നെ 2 മിനി ടേബിളും കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ചാർജിങ് പ്ലഗും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂമിൽ ഇലക്ട്രിക് കെറ്റിൽ കൊടുത്തുകൊണ്ട് നമുക്ക് വെള്ളം ചൂടാക്കി കുടിക്കാനുള്ള ഒരു ഫെസിലിറ്റീസും കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അവർ മിറർ സ്റ്റാൻഡ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബെഡിന് നേരെ ഫേസ് ചെയ്തിട്ട് അവർ ടെലിവിഷനും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ ടി വി നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇവിടുത്തെ ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഇവിടുത്തെ റൂഫ് അതേപോലെ തന്നെ വുഡ് ഈ ഒരു വാളൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് വുഡ് വർക്കാണ് വരുന്നത്. അതിനോട് യോജിച്ചിട്ടുള്ള നല്ലൊരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പുറത്തേക്കുള്ള വ്യൂസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ കർട്ടൻ മാറ്റിയിട്ടാൽ മതി. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ക്ലോസ് ചെയ്തിടാം. ഇനി നമുക്ക് ബാത്റൂം കൂടെ ഒന്ന് കണ്ടുനോക്കാം. ബാത്റൂമിൽ വാഷ് ബേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഷവർ ജെല്ലും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളം ചൂടാക്കണമെന്നുണ്ടെങ്കിൽ വാട്ടർ ഹീറ്ററും ഈ ഒരു ബാത്റൂമിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്ലഷും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും ഫെസിലിറ്റീസാണ് ഈ ഒരു 2ാമത്തെ റൂമിലുള്ളത്. അപ്പോൾ 1ാമത്തെ റൂമിലും 2ാമത്തെ റൂമിലൊക്കെ കോമൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ റൂമും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം വരും. ഇനി നമ്മൾ ഇവിടുത്തെ 3ാമത്തെ റൂമാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം കണ്ടിരിക്കുന്ന 2 റൂമുകളിൽ കൊടുത്തിരിക്കുന്ന അതേ ഫെസിലിറ്റീസ് തന്നെയാണ് ഈ റൂമിലും കൊടുത്തിരിക്കുന്നത്. സ്പേസ് ആണെങ്കിലും ശരി, അതേപോലെ തന്നെ മിനി ടേബിൾ, അതിനടുത്ത് ചാർജിങ് പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ കാര്യം വരുവാണെങ്കിലും വളരെ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 പേർക്ക് വരെ വളരെ കംഫർട്ടബിളായിട്ട് ഈ ഒരു ബെഡിൽ സ്റ്റേ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു റൂമിൽ ടി വിയും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബെഡിന് നേരെ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് അവർ ടെലിവിഷൻ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇലക്ട്രിക് കെറ്റിലും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വാട്ടർ, അതായത് ഹോട്ട് വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് മിറർ സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓൾറെഡി നമ്മൾ കണ്ടിരിക്കുന്ന റൂമിലുള്ളതുപോലെ തന്നെയുള്ള റൂഫും അതേപോലെ തന്നെ ഈ ഒരു വാളൊക്കെയാണ്, കംപ്ലീറ്റ് വുഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും തണുപ്പായിരിക്കും. ഇനി നമുക്ക് ബാത്റൂമും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം കണ്ടതിൽ വെച്ച് കുറച്ച് വലിപ്പക്കുറവുള്ളൊരു ബാത്റൂമാണിത്. എന്നാലും എല്ലാ ഫെസിലിറ്റീസും അവർ ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ഷവർ ആണെങ്കിലും അതേപോലെ തന്നെ വാട്ടർ ഹീറ്റർ, വാഷ് ബേസ്, എല്ലാ കാര്യങ്ങളും അവർ ഈ ഒരു ചെറിയ ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ബെഡ്റൂം ബംഗ്ലാവിൻ്റെ A to Z കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടെ വാച്ച് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ വേണം വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും വീഡിയോയുടെ പല ഭാഗങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളൊന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ഡോർ സ്റ്റെപ്പ് ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഡെലിവറി കൊടുത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരിവിടെ തന്നെ ഡെലിവറി ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാനുള്ള ഒരു ഡൈനിങ് സ്പേസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇവിടെയാണ് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക. അത് നേരെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് അയച്ചിരിക്കുക. നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റും നിങ്ങൾ എത്ര പേരുണ്ടെന്നും അതിൽ അഡൽട്ട് കുട്ടികളുടെ എണ്ണം, അവരുടെ ഏജ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ബഡ്ജറ്റിൽ തന്നെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ നോക്കുക. കാരണം ഇവിടെ എപ്പോഴും പെട്ടെന്ന് തന്നെ ഇവിടെ സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് മാക്സിമം നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ A-frame കോട്ടേജസും കൂടി ഒന്ന് കണ്ടുനോക്കാം.